ഡോക്ടർ നിർമ്മല ഓർമ്മ വേണം. കാഷ്വാലിറ്റിയിൽ അങ്ങോട്ട് അടുക്കാൻ വയ്യ. OP-യിലാണെങ്കിൽ തിക്കും തിരക്കും. നമ്മുടെ നാട്ടിൽ ഇത്രയും രോഗികളുണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. അമ്മായി ഒന്ന് വന്ന് കാണണം, അന്തം വിട്ടുപോകും. ഞാൻ ഇത്തവണ ഒരു ടെക്നിക്ക് ആലോചിച്ച അമ്മാവ. ഡോക്ടർ ആരായിരുന്നാലും അയാൾ സുന്ദരനായിരിക്കണം. എന്താ കാര്യം? സ്ത്രീ രോഗികളുടെ തിരക്ക് കൂടും. അതുപോലെ സംഭവിച്ചു. 99% രോഗികളും സ്ത്രീകളാണ്. എങ്ങനെയുണ്ട് എന്റെ ടെക്നിക്ക്? നിന്റെ ആ ടെക്നിക്ക് നന്നായിട്ടുണ്ട്. ആ ഊമക്കത്തുകാരൻ ഇതൊക്കെ നന്ദിനെ എഴുതി അറിയിച്ചിരുന്നെങ്കിൽ. ഓ, അതൊന്നും സാരമില്ല മഹാദേവ. ഞാൻ പറഞ്ഞ മറ്റേ ടെക്നിക്ക് ഉണ്ട്. അതേത് ടെക്നിക്ക്? പ്രമാണത്തിൽ ഒപ്പിട്ട എന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ലണ്ടനിലേക്ക് അയക്കുന്ന ടെക്നിക്ക്. ഓ, ആ ടെക്നിക്ക്. പ്രമാണം എടുക്കട്ടെ? എടുത്തോളൂ. അയ്യോ അമ്മാവ, തോലച്ചു. സൂര്യൻ അസ്തമിച്ചു പോയില്ലേ? ഇനി ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ പോയി വിളക്ക് എത്തിക്കട്ടെ. ഓ, എന്നാലും എന്റെ സൂര്യ. ഞാൻ വിചാരിച്ചില്ലേ ഇന്ന് വിജയിക്കുമെന്ന്. മനസ്സിലായില്ല. കാലത്തോടുന്നു എന്നുള്ള വ്യാജേനെ നിർമ്മലയുടെ വീടൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 4-5 ദിവസമായിട്ട് ഈ ഏരിയ മുഴുവൻ ഞാൻ കവർ ചെയ്തോണ്ടിരിക്കുക. ഈ റോബർട്ട് ബ്രൂസിന്റെ കഥ കേട്ടിട്ടുണ്ട്. 7 തവണ തോറ്റിട്ടും പിന്മാറാതെ 8ാം തവണ യുദ്ധം ജയിച്ച രാജാവിന്റെ കഥ. ശ്രമിച്ചാൽ നേടാം. അതാണ് ആ കഥയുടെ ഗുണപാഠം. എന്തിനാ എന്റെ വീട് കണ്ടുപിടിക്കുന്നത്? കാണാൻ. യൂണിഫോമിലല്ലാത്ത നിർമ്മലയെ ഒന്ന് കാണാൻ. എന്നോട് മേൽവിലാസം ചോദിക്കാമായിരുന്നില്ലേ? അതിൽ ത്രില്ലില്ല. മാത്രവുമല്ല, ഞാൻ വരുന്ന കാര്യം മുൻകൂട്ടി അറിഞ്ഞാൽ നിർമ്മല മേക്കപ്പ് ഇടും, ആഭരണങ്ങൾ അണിയും. ഇതുപോലെ ഒറിജിനൽ നിർമ്മലയെ കാണാനൊക്കെയല്ല. ഞാനൊരു സാഹിത്യകാരനൊന്നുമല്ല, എങ്കിലും ഞാൻ സ്വല്പ സാഹിത്യം പറയാൻ പോവാ. ഈ പ്രഭാതത്തിലെ ചുവപ്പ് നിർമ്മലയുടെ കവിളിലെ ചുവപ്പുമായി മത്സരിച്ചു. ഓക്കെ? ജയിച്ചതോ നിർമ്മലയുടെ കവിള്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഡോക്ടർ, ഞാനൊരു പാവമാണ്. ഞാനൊരു ദുഷ്ടനല്ല. ആണെന്ന് ഞാൻ പറഞ്ഞോ? അകത്ത് വന്ന ഡോക്ടർക്ക് കാണാം. ജന്മനാ തളർന്ന ശരീരവുമായി കിടക്കുന്ന എന്റെ അനുജൻ കുഞ്ഞുണ്ണി. അച്ഛൻ മരിച്ചതിന് ശേഷം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അമ്മ. ഇതൊക്കെയാണ് എന്റെ സമ്പാദ്യം. ഡോക്ടർ വലിയ ആളാണ്. ഒരു ദുരന്തമെടുത്ത് തലേ. നാം തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് നിർമ്മലയെ മാത്രമേ അറിയാമായിരുന്നു. ഇനിയും അതറിഞ്ഞാൽ മതി. പിന്നെ നിർമ്മലയുടെ ദുരന്തങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എങ്കിലും ഇന്നും ആശുപത്രിയിൽ എത്താൻ ലേറ്റ് ആവുമോ? ഇല്ല, ഞാനിത് പുറപ്പെട്ടു കഴിഞ്ഞു. വേഗം വരണം. ഞാൻ കാത്തിരിക്കും. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇന്ന് ഡോക്ടറെ വിളിക്കാൻ ഞാൻ തന്നെ വന്നേക്കാമെന്ന് കരുതി. നിൽക്കൂ, ഞാൻ മുറിയൊക്കെ ഒന്ന് കാണട്ടെ. സൗകര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കണമല്ലോ. എങ്ങനെയുണ്ട് മുറി? മുറിയൊക്കെ വളരെ ബോറാണ്. ഞാൻ വേറെ വീട് നോക്കാൻ പോകും. ആ അയ്മുട്ടി പറഞ്ഞ പൈസ എളുപ്പം കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു വീടിന് അഡ്വാൻസ് കൊടുക്കായിരുന്നു. ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ ഡോക്ടർ. എങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് താമസിച്ചോ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയി താമസിക്കാം. ഡോക്ടർ ആളിത്തിരി ചൂടനാണല്ലേ? ഇത്തിരിയല്ലേ, നല്ല ചൂടൻ. പക്ഷെ സത്യം പറയണമല്ലോ, രോഗികൾക്ക് ഡോക്ടറെ ഭയങ്കര മതിപ്പാണ്. നിങ്ങളുടെ ആശുപത്രിയിൽ കൊള്ളാവുന്ന ഒരു ഡോക്ടർ വരുന്നത് ആദ്യമായിട്ടായിരിക്കും. എന്നെ പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം. എന്തായാലും ആശുപത്രി പൂരപ്പറമ്പാക്കിയ പാർട്ടിയല്ലേ. ഡോക്ടർ അത് ഇപ്പോഴും മനസ്സിന് കളഞ്ഞില്ല അല്ലേ? എന്തായാലും ഡോക്ടറുടെ വരാൻ കാരണക്കാരൻ ഞാനാണ് എന്നുള്ളതിന്റെ ക്രെഡിറ്റ് എങ്കിലും എനിക്ക് തന്നൂടെ? പിന്നെ എന്റെ ആശുപത്രി നടത്തിപ്പ് ഞാൻ മിടുക്കലാണ് ഡോക്ടർ. ഡോക്ടറുടെ കയ്യിൽ ലെറ്റർ പാഡ് ഉണ്ട്. എന്തിന്? ഞാനൊരു അഡ്രസ് തരാം. ഡോക്ടറുടെ ലെറ്റർ പാഡിൽ മഹാദേവൻ തമ്പി, അതായത് ഞാൻ ബഹുമിടുക്കനാണ് എന്ന് എഴുതി ഈ അഡ്രസ്സിൽ അയച്ചാൽ നന്നായിരുന്നു. മിസ് നന്ദിനി തമ്പി. ആരായത്? എന്റെ കാമുകയാണ്, അമ്മാവന്റെ മകളാണ്. ലണ്ടനിൽ പഠിക്കുക. ചെറുപ്പം തൊട്ടുള്ള എന്റെ ഒരു മോഹമാണ്. നന്ദിനിയുടെ പല പോസിലുള്ള ഫോട്ടോസാണ്. ഡോക്ടറെ പറ്റി അവൾ അറിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ എന്നെ പറ്റി 2 നല്ല വാക്ക് എഴുതിയാൽ അവൾക്കത് വലിയ സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് വട്ടുണ്ടോ? എന്റെ അറിവിലില്ല. പരിശോധിക്കാം. എന്താ അങ്ങനെ തോന്നാൻ? അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് കത്തരാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടും. ഡോക്ടർക്ക് വട്ടുണ്ടോന്നാ ഇപ്പൊ എന്റെ സംശയം.
ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിന് കത്തെഴുതുമ്പോൾ അവർ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പരിചയമില്ലാത്തവർ തമ്മിൽ പരിചയപ്പെടാനുള്ള മാധ്യമമാണ് കത്ത്. നന്ദിനിക്ക് ഒന്ന് എഴുതിക്കൂടെ? നിങ്ങൾ വരുന്നുണ്ടോ? പൂട്ടല്ലേ? നിങ്ങൾ പുറത്തു പോകണം. എന്റെ ഉണ്ണിക്കുട്ടനെ എങ്ങനെങ്കിലും രക്ഷിക്കണം ഡോക്ടർ സാർ. അമ്മാവൻ പോണം. ഡോക്ടർ വന്നില്ലേ? വേണ്ടത് ചെയ്തോളൂ. നിങ്ങളും പൊയ്ക്കോളൂ. ജസ്റ്റ് മാത്രം മതി ഇവിടെ. എങ്ങനെ സംഭവിച്ചത്? മരത്തിന് വീണതാ. ആഴത്തിൽ മുറിവുണ്ട്. ബ്ലീഡിംഗ് നിൽക്കുന്നില്ല ഡോക്ടർ. വാട്ട് ഷാൽ വി ഡു? സ്റ്റിച്ച് ഇടേണ്ടി വരും. യെസ് യെസ് ഓഫ് കോഴ്സ്. സ്റ്റിച്ച് ഇടണം. വേഗം ആകട്ടെ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. യെസ് ഡോക്ടർ. ഇല്ല, നിർമ്മല ഇട്ടാ മതി. ഞാനോ? ആ വേഗമാകട്ടെ. അയ്യോ ഡോക്ടർ, എനിക്ക് എന്താ അറിയില്ലേ? അയ്യോ ഡോക്ടർ, എനിക്ക് ധൈര്യമില്ല. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അതൊക്കെ ശരിയാവും. ഇട്ടേ പറ്റൂ. ഇല്ല ഡോക്ടർ, എനിക്ക് പറ്റില്ല. ഡോക്ടർ, ഇത് ബ്ലീഡിംഗ് ഹെവി ആവുന്നു. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ. എന്താ ഡോക്ടർ? ഒരു തലകറക്കം പോലെ. കുറച്ച് വെള്ളം. എന്റെ കൈ വിറയ്ക്കുന്നു. ചിലപ്പോഴൊക്കെ ഇങ്ങനെയാ. ഒരുപാട് രക്തം കാണുമ്പോൾ തല ചുറ്റും. ഒരു ഡോക്ടർക്ക് ഇത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അടുത്ത കാലത്ത് ഇങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പൊ വീണ്ടും തുടങ്ങി. അത് കാര്യമാക്കണ്ട. പേഷ്യന്റിനെ രക്ഷിച്ച പറ്റൂ. നിർമ്മല ചിച്ചിട്ടുള്ളൂ. ചിച്ചിട്ടുള്ളൂ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ചിച്ചിട്ടുള്ളൂ. ഞാനല്ലേ പറയുന്നത്. ഇടൂ. അമ്മാവൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. മിടുമിടുക്കൻ ഡോക്ടറാ. മോളെ, മോൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. എന്റെ ഉണ്ണിക്കുട്ടനെ രക്ഷിച്ച ഡോക്ടർ എന്റെ ദൈവമാണ്. നിങ്ങൾ ആരാണ്? എന്താ നാവിറങ്ങിപ്പോയോ? പറയണം, ആരാണ് നിങ്ങൾ? എനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം. സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളൊരു ഡോക്ടർ അല്ല. കോന്നി ഹോസ്പിറ്റലിലെ നഴ്സിനെ ഒറ്റ വർഷം കൊണ്ട് ഡോക്ടറാക്കിയ കഥ കേട്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇല്ലാത്ത മരുന്നിന്റെ പേരെഴുതിയത് എന്റെ അറിവില്ലായ്മയാണെന്ന് സൂചിപ്പിച്ചപ്പോഴും, ആ മരുന്നില്ലെങ്കിൽ അൾസറിനും വാദത്തിനും ഒക്കെ എനിക്കറിയാവുന്ന മരുന്നുകൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ സംശയിച്ചിരുന്നു. നിർമ്മല എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. എന്റെ സഹായം കിട്ടാൻ വേണ്ടി പല രീതിയിൽ നിങ്ങൾ അഭിനയിച്ചു. ഞാനൊരു വീട്ടിൽ അടുത്തറിയും മുമ്പ് ഞാൻ നിങ്ങളോട് അടുത്തു. You are a cheat, professionally and personally. You are a born criminal. പഠിച്ച കള്ളൻ. ഈ തമ്മാടത്തിനൊരു കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. എന്നോടിത് വേണ്ടായിരുന്നു. ഗുഡ് ബൈ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് സർ. നമസ്കാരം സാർ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ മറക്കില്ല. ഡോക്ടറെ ഒരു കാലത്ത് ഞങ്ങൾ മറക്കില്ല. കിടക്കാത്ത ആശുപത്രികളും ചികിത്സിക്കാത്ത ഡോക്ടർമാരും ഇല്ലായിരുന്നു. ഡോക്ടർ എനിക്ക് പുനർജന്മം തന്നു. ഡോക്ടറെ ദൈവം രക്ഷിക്കട്ടെ. അതെ അതെ. ഗോഡ് ഹീൽസ് ബട്ട് ഡോക്ടർ ടേക്സ് ദ ഫീസ് എന്നാണല്ലോ. വരട്ടെ. ശരി സാർ.
മന്ത്രി അദ്ദേഹം വന്നാട്ടെ 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 ഉം. അയ്യോ ഇതെന്ത് പറ്റി ഇതാ ഞങ്ങളുടെ ഡോക്ടർ രാജഗോപാൽ MBBS MD. ഡോക്ടർ എന്താ കൈ ഇങ്ങനെ? അത് ഈ ഫിസിയോതെറാപ്പിയുടെ ഒരു റിസർച്ചിന് വേണ്ടി കൈ സൺറൈസിൽ കാണിച്ചുള്ള ഒരു എക്സർസൈസ്. കണ്ടോ മിടുക്കനാ മിടുമിടുക്കനാ. എപ്പോ നോക്കിയാലും റിസർച്ചാ. അറിയാമല്ലോ, പൊതുമരാമത്ത് മന്ത്രി. ഞങ്ങള് സുഹൃത്തുക്കളാ. വീട്ടിൽ വന്നപ്പോ ഞങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. ഡോക്ടറെ ഞാൻ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. ഞാൻ കോന്നിയിലുണ്ടായിരുന്നു, ചുനക്കരയിലുണ്ടായിരുന്നു, പിന്നെ അഴീക്കോടുണ്ടായിരുന്നു. അതല്ല, വേറെ നല്ല പരിചയമുള്ളതുപോലെ. എങ്കിൽ അത് ഞാനായിരിക്കില്ല. നമുക്ക് ആശുപത്രിയൊക്കെ ചുറ്റിക്കറങ്ങി ഒന്ന് കാണാം. ഉം. ഇതൊക്കെ ഒന്ന് വലുതാക്കി എടുക്കണം. സഹായം വേണ്ടി വരും. ഉം. ഞങ്ങൾ റൂമിലേക്ക് വരാം. വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ.